ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ A4 സ്റ്റാർസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ്, പുതിയ ക്ലാസ് ആയിട്ടാണ്. 6ാം ക്ലാസ്സിൻ്റെ 3rd ചാപ്റ്റർ മേക്കിംഗ് എ മാംഗോ പിക്ക്. കുറച്ചൊരു ലെങ്തി ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്ന കാരണം കട്ടാക്കിയിട്ട് 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഓതറെ പരിചയപ്പെടാം. നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു സിമ്പിൾ തീം, എന്നാലും സിമ്പിൾ തീമാണെങ്കിൽ കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. മേക്കിംഗ് എ മാംഗോ പിക്കിൾ. It was 8 or 9 in the morning. രാവിലെ 8-9 മണി അതിൻ്റെ ഇടയിൽ. Harihar's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard, "Appu, Appu." She had just made an appearance after having been away from home all morning. It was 8 or 9 in the morning. ഇപ്പോൾ രാവിലെ ഒരു 8 മണി 9 മണിയുടെ ഇടയിലാണ് നമ്മുടെ കഥാസംഭവം നടക്കുന്നത്. Harihar's son was playing by himself in the open veranda of their house. നമ്മുടെ ഹരിഹറിൻ്റെ സണ്ണായിട്ടുള്ള പുത്രനായിട്ടുള്ള മകനായ അപ്പു എന്നാണ് പേര്. അപ്പു ദുർഗയാണ് ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ. അപ്പോൾ അപ്പുവിനെ വിശേഷിപ്പിക്കുന്നതാണ് ഹരിഹർ സണ്ണായിട്ട്. ഓപ്പൺ വരാന്ത ഓഫ് ദെയർ ഹൗസ്, അവൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള വലിയ വരാന്തയിൽ നിന്നിട്ട് അവൻ കളിക്കുകയായിരുന്നു. രാവിലെ ആ സമയത്ത് കളിക്കുന്നുണ്ടായിരുന്നു. വെൻ ദുർഗ കോൾഡ് ഔട്ട് സഡൻലി ഫ്രം ബിഹൈൻഡ് ദ ജാക്ക്ഫ്രൂട്ട് ട്രീ ഇൻ ദെയർ കോർട്ട്യാർഡ്. അപ്പോൾ അവരുടെ അടുത്തുള്ള ആ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ആ മൈതാനം, അവരുടെ അടുത്തുള്ള ആ പ്രദേശത്ത് അല്ലെങ്കിൽ മൈതാനത്തിലുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ ഒരു പ്ലാവിൻ്റെ ബേക്കിൽ നിന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ദുർഗ അവനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള വരാന്തയിൽ നിന്നിട്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ ദുർഗ അവൻ്റെ ആ മൈതാനത്തിലുള്ള അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിലുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ അടുത്ത് നിന്നിട്ട് ഇവനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പു ഷീ ഹാഡ് ജസ്റ്റ് മെയ്ഡ് ആൻ അപ്പിയറൻസ് ആഫ്റ്റർ ഹാവിങ് ബീൻ എവേ ഫ്രം ഹോം ഓൾ മോർണിംഗ്. അവളെന്താ, ദുർഗയുടെ ഒരു പ്രത്യേകത എന്താ, എല്ലാ ദിവസവും രാവിലെ ഈ സമയമാകുമ്പോൾ എല്ലായിടത്തും പോയിട്ട് ഒരു അപ്പിയറൻസ് ഉണ്ടാക്കുക, ഒരു പ്രത്യക്ഷപ്പെടലിനെ എല്ലായിടത്തും ഒന്ന് നമുക്ക് കാണുന്ന രീതിയിലുള്ള ഒരു പ്രകൃതക്കാരിയാണ് ദുർഗ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത് കഥ നടക്കുന്നത് രാവിലെ 8 മണിക്ക് 9 മണിക്ക് ഇടയിലാണ്. അപ്പോൾ അപ്പു അവൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ആ വരാന്തയിൽ നിന്ന് കളിക്കുന്ന സമയത്ത് അവരുടെ കോട്ടയാടിലുള്ള നമ്മുടെ അതിൻ്റെ അടുത്തുള്ളൊരു മൈതാനത്തിൽ ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്. ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ അടുത്ത് നിന്നിട്ട് നമ്മുടെ ദുർഗ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പു എന്ന് കണ്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അറിയില്ല, നമുക്ക് എന്തിനാണെന്ന് നോക്കാം. ദുർഗ വാസ് നൗ അബൌട്ട് 11. ദുർഗ എന്തായാലും ദുർഗയുടെ ചെറിയൊരു ഫീച്ചേഴ്സാണ് പറയുന്നത്. അപ്പോൾ ദുർഗ വാസ് നൗ അബൌട്ട് 11. 11 വയസ്സാണ് ദുർഗയ്ക്ക്. ഷീ വാസ് തിൻ ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. ഉള്ള പ്രത്യേകത എന്താ, ഷീ വാസ് തിൻ ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. അപ്പുവിനേക്കാളും ഡാർക്കറാണ്, അപ്പുവിനേക്കാളും കറുത്തിട്ടാണ്. ഗ്ലാസ് ബാംഗിൾസ് ക്ലിങ്കിങ് ഓൺ ഹെയർ ആംസ്. അവളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ കുപ്പിവളകൾ ഇങ്ങനെ ക്ലിങ്കിങ് എന്ന് പറഞ്ഞാൽ കുപ്പിവളകൾ തമ്മിൽ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒച്ചയാണ് ക്ലിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ആംസിലുള്ള കയ്യിലുള്ള ആ കുപ്പിവളകൾ ഇങ്ങനെ കിടന്ന് കിളിങ്ങുന്നുണ്ടായിരുന്നു. എ നോൺ ടു ക്ലീൻ സാരി ആൻഡ് എ വൈറ്റ് സ്വെറ്റ് ഡ്രൈ ഹെയർ ഫ്ലൈയിങ് എനിവേ. A non too clean saree and windswept dry hair flying anyway. That was Durga. അപ്പോൾ ദുർഗയുടെ ഒരു ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവൾക്കൊരു 11 വയസ്സുള്ള ആളാണ്, പെൺകുട്ടിയാണ് ദുർഗ. അതുപോലെ അവളെ കയ്യിൽ അവൾ അപ്പുവിനേക്കാളും ഡാർക്കറാണ്. അതുപോലെ
അവളെ കയ്യിലുള്ള ഗ്ലാസ് ബാംഗിൾസ് കുപ്പിവളകൾ ഇങ്ങനെ കിലുങ്ങിയിട്ട് ഒച്ച ഉണ്ടാക്കാറുണ്ട്. ആൻഡ് നോൺ ടു ക്ലീൻ സാരിയുടെ പ്രത്യേകത, അവൾ ഉടുത്ത സാരിയുടെ പ്രത്യേകത, വസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടു ക്ലീൻ ഒന്നല്ല, ഒരു നോട്ട് വെരി ക്ലീൻ, ശരിയായിട്ട് നല്ല വൃത്തിയുള്ള ഡ്രസ്സുകളൊന്നല്ല അവൾ ഇട്ടേക്കുന്നത്. ആൻഡ് വിൻ സ്വെപ്റ്റ് ഡ്രൈ, കാറ്റിങ്ങനെ എന്താ പറയുക വീശി അല്ലെങ്കിൽ കാറ്റിങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാറ്റത്ത് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്ന ഡ്രൈ ഹെയർ ആണ് അവൾക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പൂനേക്കാളും ഡാർക്കറാണ്, വളരെ വൃത്തിയുള്ള പെർഫെക്റ്റുള്ള ഡ്രസ്സൊന്നല്ല അവൾ ഇട്ടേക്കുന്നത്. അതുപോലെ മുടി എന്താ പറയുക എപ്പോഴും കാറ്റത്ത് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നത്, അതായത് എണ്ണയൊന്നും തേക്കാണ്ട് ഒരു നല്ല ഇതിൽ നീറ്റല്ലാത്ത മുടീനെയാണ് ഉദ്ദേശിക്കുന്നത്. നീറ്റല്ലാത്ത മുടി ഇങ്ങനെ എല്ലായിടത്തും പാറിക്കളിക്കുന്നുണ്ട്. അതുപോലെ പറഞ്ഞു ദാറ്റ് വാസ് ദുർഗ. ഓൺ ഹെർ ഫൈൻലി ഷേപ്ഡ് ഫേസ് ഹെർ ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദേഴ്സ്. ഓൺ ഹെർ ഫൈൻലി ഷേപ്ഡ് ഫേസ് പക്ഷെ ഫേസ് വളരെ ഫൈനായിട്ട് നല്ലൊരു മുഖമായിരുന്നു, നല്ലൊരു പിന്നെ മോശം എന്ന് പറയാനില്ല, നല്ലൊരു ഫൈനായിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു അവൾക്ക്. ഫൈൻ ഷേപ്പ്, നല്ല ഷേപ്പഡ്, നല്ല വട്ടത്തിലുള്ളൊരു മുഖത്തിനാണ് നല്ല ഫൈൻ ഷേപ്പഡ് ഫേസ് എന്ന് പറയുന്നത്. ഹെർ ഹൈസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദറിനെ പോലെ തന്നെ, അവളെ ബ്രദറിൻ്റെ കണ്ണുകളെ പോലെ തന്നെ വലിയ കണ്ണുകളാണ് വലിയ ഉണ്ട കണ്ണുകളാണ് അവൾക്ക് ഉള്ളത്. അവളെ ബ്രദറിനെ പോലെ തന്നെയുള്ള കണ്ണുകളാണ്, വലിയ കണ്ണുകളാണ് അവൾക്കുള്ളത്. നമ്മൾ 2 പാരഗ്രാഫ് കവർ ചെയ്തു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് അവർ കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പു കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, ദുർഗ വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ദുർഗയുടെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. വാട്ട് ഈസ് ഇറ്റ് ആസ്ക്ഡ് അപ്പു, ജമ്പിങ് ഓഫ് ദ വെരാൻഡ ഇൻ ഫ്രണ്ട് ഓഫ് ദയർ ഹൗസ് ആൻഡ് കമ്മിങ് അപ് ടു ഹെർ. അവൻ എന്താ ചെയ്തത്? വാട്ട് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണത്, എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് അറിയാണ്ട് എന്താണത് എന്ന് ചോദിച്ചിട്ട് അപ്പു ജമ്പിങ് ഓഫ് ദ വരാൻഡയിൽ നിന്ന് തുള്ളിയിട്ട് ചാടിയിട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ് ആൻഡ് കമ്മിങ് അപ്പ് ടു ഹെർ, വേഗം തന്നെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ വരാന്തയിൽ നിന്ന് വേഗം തന്നെ ചാടിയിട്ട് തുള്ളിയിട്ട് വേഗം അവളുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്താ കാര്യം, എന്തിനാണ് അവൾ വിളിച്ചത്, കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽഡ് ഇൻ ഹെർ ഹാൻഡ്സ്. ദുർഗ എന്താ ചെയ്തത്, ഒരു ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ചിരട്ടയാണ്. ചിരട്ടയുടെ ഒരു ഷെല്ല് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അവൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ലോവേഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് കണ്ടൻസ്. ഇവളെന്താ ചെയ്തത്, ആ കയ്യിലുള്ള ഷെല്ല് ഒന്ന് താഴ്ത്തി അപ്പൂന് കാണത്തക്ക രീതിയിൽ ഒന്ന് കൈ ഒന്ന് താഴ്ത്തി, അതിൽ എന്താണ് ഉള്ളത്, എന്താണ് അതിൻ്റെ കണ്ടൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അറിയുന്ന രീതിയിൽ അവനൊന്ന് താഴ്ത്തി. കണ്ടൻസ് സ്ലൈസ് ഓഫ് ദ ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദ സീഡ് ഹാഡ് ഹാർഡൺ. മാങ്ങയാണ് അപ്പോൾ അതിലുള്ളത്. അപ്പോൾ അണ്ടി ഹാർഡാവണില്ല, കഠിനമാവണായിട്ട് മുമ്പുള്ള മാങ്ങ, അതായത് മൂത്ത് വരുന്ന മാങ്ങ, അതായത് നല്ല പച്ചപ്പാവുന്ന മാങ്ങ, നല്ല ഗ്രീൻ ആയിട്ടുള്ള നല്ല മാങ്ങ ആ പാത്രത്തിൽ, ആ ഷെല്ലിൽ ഉണ്ടായിരുന്നു, അതായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നു. Then in an undertone is my bag from the gadget. അപ്പോൾ അവൾ ചോദിക്കുക, അവളുടെ കയ്യിലുള്ള ആ ഷെല്ലിൽ, ആ കോക്കനട്ട് ഷെല്ലിലുള്ള മാങ്ങ അവന് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്. ദെൻ ഇൻ ആൻ അണ്ടർടോണിൽ ചോദിക്കുന്നു, സ്വരം താഴ്ത്തി. അണ്ടർടോൺ എന്ന് പറഞ്ഞാൽ സ്വരം താഴ്ത്തിയിട്ട് ചോദിക്കുകയാണ്, ഈസ് മൈ ബാഗ് ഫ്രം ദ ഗാഡ്. ഗാഡ് ഉദ്ദേശിക്കുന്നത് താഴ്വര, ചുരം, അങ്ങനെ ഒരു സ്ഥലമാണ് ഗാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ മാന്നോട് ഉദ്ദേശിക്കുന്നത് മാന്ന് ഉദ്ദേശിക്കുന്നത് അമ്മേനാണ്. അമ്മേനെ വിളിക്കുന്നതിന്, അമ്മേനെ അഭിസംബോധന ചെയ്യുന്നതാണ് മാ ബാക്ക് ഫ്രം ദ ഗാഡ് യെറ്റ്. അപ്പം അമ്മ പറയുന്നത്, ഇവൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ ആ സ്ഥലത്ത് നിന്ന്, ആ ഗാട്ടിൽ നിന്ന് തിരിച്ചു വന്നോ എന്നാണ് ചോദിക്കുന്നത്. നോ സെഡ് അപ്പു ഷേക്കിംഗ് ഹിസ് ഹെഡ്. അപ്പം അവൻ എന്താ ചെയ്തത്, നോ, അവൻ്റെ തല ഇല്ല എന്നുള്ളതിൽ ആട്ടിയിട്ട് നോ എന്ന് പറഞ്ഞു. അടുത്തത്, ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സാൾട്ട്. ഒന്ന് ചോദിക്കുകയാണ്, ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സാൾട്ട്.
ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി, ഐ വിൽ പിക്കിൾ ദിസ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അപ്പൂനോട് ചോദിക്കുകയാണ്, ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സാൾട്ട്. കുറച്ച് എനിക്ക് നീ കുറച്ച് ഉപ്പും എന്താ വേണ്ടത്, കുറച്ച് ഓയിലും, കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും എനിക്ക് എടുത്ത് തരുമോയെന്ന് നമ്മൾ ദുർഗ അപ്പൂനോട് ചോദിക്കാൻ വളരെ സീക്രട്ടായിട്ട് ചോദിക്കുകയാണ്. ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി, വളരെ സീക്രട്ട്, വളരെ രഹസ്യം പറയുന്ന പോലെ ചോദിക്കുകയാണ്. ഐ വിൽ പിക്കിൾ ദിസ്, ഐ വിൽ പിക്കിൾ ദിസ്. ഞാനിത് ഈ മാങ്ങ ഈ മൂത്തിട്ട് പോലും ഇല്ലാതെ, അല്ലെങ്കിൽ അത്രയും അങ്ങനെ ഗ്രീനായിട്ടുള്ള ആ ഇതിലായിട്ട് നിൽക്കുന്ന ആ മാങ്ങ പിക്കിൾ, മാംഗോ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് മെല്ലെ സീക്രട്ടായിട്ട് ദുർഗ ചോദിക്കുകയാണ് ചെയ്യുന്നത്. Where did you get them from, Didi? Appu was delighted. Where did you get them from, Didi? അപ്പോൾ ദീദി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചേച്ചീനെയാണ് ദീദി എന്ന് വിളിക്കുന്നത്. Where did you get them from, Didi? ചേച്ചി ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ഈ മാങ്ങ? വളരെ സന്തോഷത്തോടെ, അപ്പു വാസ് ഡിലൈറ്റഡ്, വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടെ അവൻ ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയതെന്ന്. They were lying on the ground just under the Sindur Kundo tree. They were lying on the ground just under the Sindur Kundo tree. ഇവിടെ ഉദ്ദേശിക്കുന്നത് സിന്ദൂർ കണ്ടോ ട്രീ. സിന്ദൂർ കണ്ടോ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ട്രീൻ്റെ പേരായിരിക്കാം, ആ നാട്ടിലാണ് ട്രീൻ്റെ പേരായിരിക്കും. ആ ട്രീൻ്റെ അടിയിലുള്ള ജസ്റ്റ് അണ്ടർ ദ അടിയിൽ ആ ഗ്രൗണ്ടിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് സം ഓയിൽ വിൽ യു. ചോദിക്കുകയാണ് അവൾ, വീണ്ടും അവൾ ചോദിക്കുകയാണ്, എനിക്ക് ആ ഗ്രൗണ്ടിൽ നിന്ന് വീണ് കിടക്കുന്ന പോലെ കിട്ടിയതാണ്, എനിക്ക് കുറച്ച് ഓയിലും സാൾട്ടും കൊണ്ടുവന്ന് തരുമോ ചോദിക്കുകയാണ്. ബട്ട് മാ വിൽ ഗിവ് ഇറ്റ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്, റിപ്ലൈഡ് അപ്പു സ്കയേർഡ്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാനത് കൊണ്ടുവന്നാൽ, ബട്ട് മാ വിൽ ഗിവ് ഇറ്റ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്, റിപ്ലൈഡ് അപ്പ്. ഞാൻ ആ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് ഓയിലിൻ്റെ പോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിലത്ത് വീണാൽ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും, അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും, അല്ലെങ്കിൽ ചീത്ത കേൾക്കുമെന്ന് അവൻ പേടിയോട് കൂടിയിട്ട് പറയുക ചെയ്യുന്നു. റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്, ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീസ് ബാക്ക്, ഷീസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്സ്, ഹറി അപ്പ്. അപ്പോൾ അവൾ പറഞ്ഞാണ്, അവൾ കുറച്ചുകൂടി ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്, വേഗം ഓടിപ്പോയിട്ട് വേഗം ചെയ്തിട്ട് തിരിച്ചു വായോ. ഐ വിൽ ബി എ വൈൽ ബിഫോർ ഷീസ് ബാക്ക്. അവൾ വരും, അവൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ അമ്മേനാണ്. അമ്മ വരുമ്പോഴത്തേക്കും, അമ്മ തിരിച്ചു വരുമ്പോഴത്തേക്കും, അമ്മ എന്തിനാണ് പോയിരിക്കുന്നത്? ഷീസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്സ്, തുണി അലക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം അമ്മ തിരിച്ച് വരുമ്പോഴത്തേക്കും എത്രയും വേഗം പോയിട്ട് ഷെൽഫിൽ നിന്ന് ഓയിലും സാൾട്ടും എടുത്തിട്ട് വേണം നമുക്കിത് പിക്കിളാക്കാം, അച്ചാറാക്കാനാണ് പറയുന്നത്. ദ ഷെൽ സെഡ് അപ്പു, ഗിവ് മീ ദ ഷെൽ, ഐ വിൽ pour it into the shell, you stand by the back door and keep a look out. ദ ഷെൽ, അപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് ആ ഷെല്ല് തരൂ. ഷെല്ല് ഉദ്ദേശിക്കാൻ ആ കോക്കനട്ട് ഷെൽ, ആ ചിരട്ടയിലുള്ള മാങ്ങ അതെനിക്ക് തരൂ. ഞാൻ പോയിട്ട് ഷെൽഫിൽ പോയിട്ട് എന്താണോ എടുത്തിട്ട് ഒഴിക്കേണ്ടത്, ഓയിലും സാൾട്ടും കയ്യിൽ ഇട്ടിട്ട് തിരിച്ചു വരാം. അതുവരെ എന്താ ചെയ്യേണ്ടത്? യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട്. പുറത്തേക്ക് നോക്കിയിട്ട്, അതായത് അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നീ എൻ്റെ ഡോറിൻ്റെ ബേക്കിൽ നിൽക്കണം. പുറത്തുനിന്ന് അമ്മ വരുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് നിൽക്കണം. ഞാൻ പോയിട്ട് എനിക്ക് ആ ഷെല്ല് തന്നാൽ ഞാൻ പോയിട്ട് അതിൽ ഒഴിച്ചിട്ട് പോർന്നോട് ഉദ്ദേശിക്കുന്നത് POUR, പോർന്ന് ഉദ്ദേശിക്കുന്നത് ഒഴിക്കുക എന്നാണ്. ഒഴിച്ചിട്ട് വരാമെന്ന് പറയാം. മൈൻഡ് യു ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. ദുർഗ പറയാണ്, മൈൻഡ് യു, ഓർത്ത് വയ്ക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. ഒരിക്കലും ഓയിൽ ഫ്ലോറിൽ ഒരു തുള്ളി പോലും സ്പിൽ എനി ഓയിൽ, കുറച്ച് തരി പോലും ഓയിൽ ഫ്ലോറിൽ കളയാൻ പാടില്ല, ഒഴിക്കാൻ പാടില്ല. നീ അത് ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ബെറ്റർ ബി കെയർഫുൾ, അതർവൈസ് മാ വിൽ നോ ഫോർ ഷുവർ യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്. പറയാണ്, മൈൻഡ് യു ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ, ബെറ്റർ ബി കെയർഫുൾ. എന്തായാലും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഇങ്ങനൊരു കാര്യം. അതർവൈസ് മാ വിൽ
നോ ഫോർ ഷുവർ. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഓയിലോ സാൾട്ടോ എന്തെങ്കിലും ഫ്ലോറിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്തായാലും കണ്ടുപിടിക്കും, നമ്മുടെ എല്ലാ പദ്ധതിയും തകരും, അതുപോലെ ഒരു കാര്യം നല്ലതിലേക്കായിട്ട് വരില്ല എന്ന് പറയുന്നത്. When Appu came out of the house, Durga took the coconut shell from him and expertly got the mix of oil and salt in the mango slices. Here, put out your hand. അവൾ പറയാണ് എന്താ, വെൻ അപ്പു കെയിം ഔട്ട് ഓഫ് ദ ഹൗസ്, അവൻ വേഗം പോയിട്ട് ഷെൽഫിൽ നിന്ന് മറ്റേ ഓയിലും സാൾട്ടൊക്കെ അതിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് ഓടിയിട്ട് പുറത്തേക്ക് വന്നു. ദുർഗ എന്താ ചെയ്ത്, വേഗം അവൻ്റെ കയ്യിൽ നിന്ന് കോക്കനട്ട് ഷെല്ല് മേടിച്ചിട്ട് ഓയിലും സാൾട്ടും അതിലിട്ടത് വേഗം തന്നെ മിക്സ് ചെയ്യണം. മിക്സ് ഓഫ് ദ ഓയിൽ ആൻഡ് സാൾട്ട് ഇൻ ടു ദ മാംഗോ സ്ലൈസ്. ആ മാംഗോ കഷ്ണങ്ങൾ വേഗം അതിൽ ഉപ്പും ഓയിലും ഇട്ടിട്ട് മിക്സ് ചെയ്തു. ഹിയർ പുട്ട് ഔട്ട് യുവർ ഹാൻഡ്, ഇനി നിൻ്റെ കൈ നീട്ടു എന്ന് പറയാണ്. ദീദി, ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്? അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ദീദി നീ ഇതെല്ലാം എനിക്കൊരു കഷ്ണം തന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ലൈസസ് മാത്രം എനിക്ക് തന്നിട്ട് ബാക്കിയെല്ലാം നീ കഴിക്കുകയാണോ, ദീദി കഴിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് ആസ് എ നൈസ് ചില്ലി? ഐ വിൽ ഗിവ് യു എക്സ്ട്രാ സ്ലൈസ് ഓഫ് യു ഡു. നിനക്ക് ചില്ലി കുറച്ചെങ്കിലും മുളക് അല്ലെങ്കിൽ മുളക് പൊടിയാണ് ഉദ്ദേശിക്കുന്നത്, അതിലിടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇട്ടിട്ട് വരുമോ, കുറച്ചെങ്കിലും അതിലിടുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഒരു കഷ്ണം കൂടി എക്സ്ട്രാ തരാം, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഒരു സ്ലൈസസ് കൂടി തരാമെന്ന് പറയാണ്. ബട്ട് ഹൗ ഷാൾ ഐ ഗെറ്റ് ടു ദ ചില്ലീസ് ദീദി? ദേ ആർ റൈറ്റ് അപ്പ് ഓൺ ദ ഷെൽഫ്, ഐ ക്യാൻ ഈവൻ റീച്ച് ഇറ്റ്. അവൻ പറയാണ്, അവൻ വളരെ വിഷമത്തോട് പറയാണ്, ഞാൻ എങ്ങനെയാണ് ആ ചില്ലി ആ ഷെൽഫിൽ നിന്ന് എടുക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് അതും കൂടി ഇനി ചെയ്യേണ്ടത് ദീദി? ദേ വർ റൈറ്റ് അപ്പ് ഓൺ ദ ഷെൽഫ്. അത് ഷെൽഫിൽ വളരെ മുകളിലായിട്ട് റൈറ്റിലാണ് ഇരിക്കുന്നത്, റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. എനിക്കത് ഒരിക്കലും അങ്ങോട്ട് കയ്യെത്തി പിടിക്കാനോ എടുക്കാനോ എനിക്ക് സാധിക്കില്ല. ഡോണ്ട് ബോദർ, ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. ഡോണ്ട് ബോദർ, അതിനൊന്നും പറ്റിയിട്ട് നീ ചിന്തിക്കണ്ട, വേവലാതിപ്പെടണ്ട. ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. പിന്നെ ഒരു ദിവസം ഞാൻ കൂടുതൽ മാങ്ങ നിനക്ക് കൊണ്ടുവന്ന് തരാം. യു നോ ദാറ്റ് ട്രീ ബൈ ദ പോണ്ട്. ആ ട്രീ നിനക്കറിയോ? ആ ട്രീ, ഈ മാങ്ങ ഉണ്ടാകുന്ന ഈ മരം ആ പോണ്ടിൻ്റെ, ആ പുഴയുടെ അടുത്ത് തന്നെ ഉണ്ട്. There's lots and lots of budding mangoes that will fall off in the afternoon sun. അവിടെ ഒരുപാട് മാങ്ങകൾ ഇങ്ങനെ ബഡ്ഡിങ് ആയിട്ട് വരുന്നുണ്ട്, വളരെ ഇങ്ങനെ വളർന്ന് മൂത്ത് വരുന്നത്രേ. മാങ്ങ ശരിക്കുള്ള പാകത്തിലാവണത്രേ. അപ്പോൾ അത് കുറേ മാങ്ങകൾ ആ പോണ്ടിൻ്റെ അടുത്തുള്ള ആ മരത്തിൽ കുറേ മാങ്ങകളുണ്ട്, അത് മൂത്ത് വരാനുണ്ട്. അത് ആഫ്റ്റർനൂൺ സണ്ണിൽ വൈകുന്നേരത്തെ ആ വെയിലിൽ മാങ്ങകളെല്ലാം വീഴും. അപ്പം ഞാനെല്ലാം നിനക്ക് പറക്കിയിട്ട് കൊണ്ടുവന്ന് തരാമെന്ന് പറയുന്നു. The back door opened with a sharp clang and Sarbojoya was heard calling out, Durga, oh Durga. The back door opened with the sharp clang. അപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ബാക്കിലുള്ള ഡോറ് തുറക്കുകയാണ്. വളരെ ഷാർപ്പ് ക്ലാങ് എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ ഒരു പ്രത്യേക ശബ്ദം, വളരെ ഉച്ചത്തിലുള്ള ശബ്ദത്തോടുകൂടി ഒരു വാതിൽ തുറക്കുകയാണ്. ആൻഡ് സർബോജോയ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൂൻ്റെയും ദുർഗയുടെയും അമ്മയുടെ പേരാണ് സർബോജോയ. വാസ് ഹിയർഡ് കോളിങ് ഔട്ട്. അവൾ വിളിക്കുകയാണ്, അമ്മ വിളിക്കുകയാണ്, സർബോജോയ വിളിക്കുകയാണ്, ദുർഗ എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് മാ കോളിങ്, ക്വിക്ക് go and see what's up. Finish it up over there. No, wait, you have got grains of salt all over your mouth. Wipe them away first. അപ്പോൾ അവൾക്കാകെ പേടിയായി. അമ്മ വിളിക്കുകയാണ്, ഇവർ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഗോ ആൻഡ് സീ വാട്സപ്പ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്? കാരണം അമ്മ വിളിക്കുന്നുണ്ട്. അമ്മ ഈ മാങ്ങ ഇട്ടത് അച്ചാറിട്ട് കണ്ട അമ്മ എന്തായാലും ചീത്ത പറയും. അതുകൊണ്ട് വേഗം തന്നെ ഇത് ഫിനിഷ് ചെയ്യണം. നോ വെയിറ്റ്, യു ഹാവ് ഗോട്ട് ഗ്രെയിൻസ് ഓഫ് സാൾട്ട് ഓൾ ഓവർ യുവർ മൗത്ത്. ദുർഗ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ മുഖത്തൊക്കെ അച്ചാർ തിന്നതിൻ്റെ സാൾട്ട് പറ്റിയിട്ടുണ്ട്, അതെല്ലാം തുടച്ച് വൃത്തിയാക്കണം, അല്ലെങ്കിൽ അമ്മ പിടിക്കും, അമ്മ കാണും. അതുകൊണ്ട് അമ്മ വിളിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പണി, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലി
ഫിനിഷ് ആക്കണം, വേഗം തന്നെ കഴിച്ച് തീർക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു സെക്ഷൻ ഈ പാഠത്തിൻ്റെ. നെക്സ്റ്റ് സെക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് വലിയ ക്ലാസ് ആയതുകൊണ്ട്, വലിയ പാഠമായതുകൊണ്ട് അടുത്ത സെക്ഷനിൽ എടുക്കാം. അപ്പോൾ അടുത്ത ഭാഗത്തിൽ കാണുന്നവരെ ബൈ ബൈ.